ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, തിരുമേനി ഒരു കാര്യം പറഞ്ഞില്ലേ, പ്രാർത്ഥനയുടെ കാര്യം. ഇതാ തിരുമേനി പറഞ്ഞ പോലെയാണ് എൻ്റെ അമ്മ മറ്റ് വീടുകളിൽ പോയി വീട്ടുജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ അറിയാതെ ഉണരുമ്പോൾ 2 മണിക്ക് പലപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട് മുട്ടുമേൽ നിന്ന് അമ്മയുടെ ഏങ്ങലടിക്കുന്ന സ്വരം. ഞങ്ങളൊരിക്കലും ആ സമയത്ത് അമ്മയുടെ കൂടെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് ഓർത്തിട്ടില്ല. കേൾക്കാത്ത മട്ടിൽ കണ്ണടച്ച് കിടന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെയൊക്കെ ജീവിതം വളർന്ന് ഈ ലോകം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ സത്യത്തിൽ ഓർത്തുപോയി, പണ്ട് 2 മണിക്ക് ഉണർന്നിരുന്ന് ഇതാ കണ്ണുനീരൊഴുക്കി ഏങ്ങലടിക്കുന്ന എൻ്റെ അമ്മയാണ് ഞാൻ ഓർത്തത്. ഈ ധ്യാന സമയത്ത് എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നത് കാൽവറി ക്രൂസിലെ യേശുവിനേക്കാൾ കൂടുതൽ ഇതാ എനിക്ക് വേണ്ടി 2 മണിക്ക് മുട്ടുകുത്തി നിന്ന് കരയുന്ന അമ്മയാണ്. ഈ ബലി സ്വീകരിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് ഇന്ന് ഈ ധ്യാന സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. കണ്ടോ, അഗ്നി കത്തുന്നത് കണ്ടോ? ഒരു പുതിയ തലമുറയുടെ ഹൃദയത്തിൽ കത്തുന്ന അഗ്നി. എന്താണ് അഗ്നി? അമ്മയുടെ ഇതാ ഏങ്ങലടികളും നിലവിളികളും കത്തുന്ന അഗ്നിയായി നിൽക്കും. ഞാനൊരിക്കലും ശാലോം ടെലിവിഷൻ നടത്തിയൊരു പ്രസംഗം കേട്ട് ഒരു കത്തോലിക്ക സഭയിൽ അച്ഛനിവിടെ കയറി വന്നു. ഇവിടെ അടുത്തുള്ള അച്ഛനാണ്. ആ അച്ഛന് ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. അച്ഛനോട് കയറി വന്നിട്ട് പറഞ്ഞു, പിതാവിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ ഞാൻ ശാലോമിൽ കേൾക്കാറുണ്ട്, പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പ്രസംഗം എന്നെ ആകർഷിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഏത് പ്രസംഗമാണ്? നേരെ ആ പ്രസംഗം പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ പിതാവിൻ്റെ അപ്പനെ പോലെ തന്നെ എൻ്റെ അപ്പനും ഒരു പോലീസുകാരനായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. എൻ്റെ അപ്പനൊരു പോലീസുകാരനായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് വന്നു. ഞാനത് കേട്ടിരുന്നു. ഉടനെ പറഞ്ഞു, എൻ്റെ അപ്പൻ ഒരു പോലീസുകാരനായിരുന്നു. എൻ്റെ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുമായിരുന്നു, മോനെ എനിക്കും ഉണ്ടോ പ്രലോഭനങ്ങൾ. കള്ളു കുടിക്കണമെന്ന് തോന്നാറുണ്ട്, ബീഡി വലിക്കണമെന്ന് തോന്നാറുണ്ട്, പാപത്തിൽ ചെന്ന് സാധിക്കുന്ന പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനതെല്ലാം വേണ്ടെന്ന് വെച്ചിരിക്കുന്നതെന്നാണെന്നറിയോ? നിങ്ങളെ ഓർത്ത. ഞാനൊരു പാപത്തിലും പെടാതെ ജീവിക്കുന്നത് നിങ്ങളെ ഓർത്ത. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ഒരു കൊച്ചച്ഛൻ എന്ന നിലയിൽ ഇത്രയും കാലം ബലിയർപ്പിച്ചു. എൻ്റെ കരങ്ങൾ വളരെ പവിത്രമാണ്. എൻ്റെ ബലിപീഠത്തിൽ ഇതാ പവിത്രമായി കരങ്ങളുമായി ബലിപീഠത്തിൽ വീണ് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, പാപം ചെയ്യാതെ. അതിൻ്റെ പ്രേരക ശക്തി എൻ്റെ അപ്പൻ്റെ വാക്ക് എൻ്റെ ഉള്ളിൽ മുഴങ്ങുകയാണ്. ഉണ്ടോ? അപ്പൻ്റെ വാക്ക് മുഴങ്ങുകയാണ്. മോനെ, നിങ്ങൾക്ക് തെറ്റു പറ്റാതിരിക്കാനാണ് അപ്പന് പ്രലോഭനങ്ങളെ പോലും അടക്കി ജീവിക്കുന്നത് കേട്ടോ. കണ്ടോ? കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ വാക്ക് ദൈവത്തിൻ്റെ വാക്ക് പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവർ ഓർത്ത്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില അഗ്നികളുണ്ട്. അപ്പോൾ കായാൻ ഇതൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ച ഭാര്യ, ആ ഭാര്യയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്? അല്ലല്ലോ. നമ്മുടെ സ്വപ്നത്തിലൊരു ഭാര്യ ഇല്ലായിരുന്നു. മനോരാജ്യത്തിനകത്തും മംഗളത്തിനകത്തും പറഞ്ഞ ഭാര്യ, ജോസൂട്ടിയുടെ ഭാര്യ. എത്ര പ്രതീക്ഷയോടെ ഈ മംഗളമൊക്കെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഹൃദയത്തിൽ ഓരോ ഭാര്യ രൂപപ്പെട്ടു വരികയായിരുന്നു. ഈ മനോരമയും മംഗളമൊക്കെ ചിലവായത് ഇതൊറ്റ കാരണം കൊണ്ട്. യുവതി യുവാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ വായിച്ചത്. കാരണം എന്താ? ഇത് വായിച്ച് ആ മനോരമയിലെയും മംഗളത്തിനകത്തൊക്കെ ആ കഥാപാത്രങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ജീവിച്ചാണ് പലരും എന്ത് ചെയ്തത്. ആ കാലഘട്ടങ്ങളെ അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ടി വി ഒക്കെ ആയി. ഇപ്പോൾ ടി വിക്കകത്തൊക്കെ ഓരോന്ന് കണ്ടൊക്കെ നമ്മളങ്ങ് ജീവിക്കുക. അവസാനം ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും പൊരുത്തവും ഇല്ലാത്ത ജീവിതം വന്നിട്ട് പലരും ദുഃഖത്തിലാണ്. പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല ജീവിതം വന്നത്. അതിൻ്റെ ദുഃഖം മുഴുവൻ ഓരോ ദിവസം ചെല്ലുന്തോറും കുറയുകയല്ല, കൂടുക. ഇപ്പോൾ ഈ 50-60 വയസ്സുള്ള പാർട്ടികൾ ഇവിടെ ഇരിപ്പില്ലേ? എന്ത് താല്പര്യത്തോടെ വന്നിരിക്കുന്നത്, സന്തോഷം കൊണ്ട് നിറഞ്ഞ്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് ധ്യാനം കൂടിയാക്കാം. അങ്ങനെ വന്ന് ആരാ ഉള്ളതിനകത്ത്? മനസ്സിൽ തീരാത്ത ദുഃഖങ്ങൾ, ഉത്തരവില്ലാത്ത ദുഃഖങ്ങൾ ഇല്ലേ? ഈ വിപരീത അനുഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എങ്ങനെ ബലി സ്വീകരിക്കുമെന്ന്. ദേഷ്യം, വൈരാഗ്യം, വെറുപ്പ്, നിരാശ,
ഉത്കണ്ഠ, ആകുലത, ഭയം, നാളെക്കുറിച്ച്, ഇങ്ങനെ എല്ലാം കൂടെ കയറിയ വിപരീത വികാരമില്ലാത്ത ആരാ ഇതിനകത്തിരിക്കുന്നത്? ഒരു ശകലം പോലും ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കിക്കേ. ആരുമില്ല. എനിക്ക് ശകലം ഭയമുണ്ട്. ഞാൻ പ്രിയമുള്ളവരെ ലെബനോനിൽ ചെന്നിറങ്ങിയപ്പോഴാണ് എനിക്ക് ഭയമുണ്ടെന്ന് മനസ്സിലായത്. നമ്മുടെ നേരെ ആരെങ്കിലും നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തോന്നൽ, ഇത് IS കാരനാണോ? കൊന്നാലും വേണ്ടില്ല, പ്രശ്നമില്ലായിരുന്നു. പക്ഷെ തട്ടിക്കൊണ്ട് പോയാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. നമ്മളറിയാത്തൊരു ഭയം നമ്മളെ കയറി എവിടുന്നു. കാര്യം നമ്മൾ പ്രസംഗിക്കുമ്പോൾ നല്ല സുഖമാണ്, തൂത്തൂട്ടി, കാരണം എല്ലാം പരിചയക്കാർ, ആരും ഒന്നും മിണ്ടുകയില്ല. പക്ഷേ ഈ ഭീകരന്മാരുടെ രാജ്യത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം മുതൽ ഞാൻ അന്നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്നിട്ട് തിരുനാമം. എന്നാ പ്രാർത്ഥനയായിരുന്നു! ലെബനോൻ വിടുന്നിടം പറയാൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അറിയാതെ നമുക്കൊരു ചെറിയ ടെൻഷൻ. അപ്പോൾ വിപരീത വികാരങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് മാറാനായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, സത്യത്തിൽ നമ്മുടെ പള്ളിയിലൊക്കെ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. 1000 പേര് ബലിക്കായിട്ട് പള്ളി വരുന്നു. 1000 പേരിൽ പലരുടെയും ബലികൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ അടയാളമാണ് ബലിക്ക് ശേഷവും വിപരീത വികാരങ്ങൾ വിട്ടുപോകാതെ മനസ്സിൽ കിടക്കുന്നത്. പിടികിട്ടിയോ? അപ്പോൾ സ്വീകരിക്കപ്പെടുന്ന ബലി ഇവിടെ അർപ്പിക്കണം. നമുക്ക് ഈ ധ്യാനത്തിന് ദൈവം സ്വീകരിക്കുന്ന ഒരു ബലി അർപ്പിക്കാൻ സാധിക്കണം. അത്രയും മതി ഈ ധ്യാനത്തിന്. വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. തമ്പുരാൻ സ്വീകരിച്ച ഒരു ബലി തമ്പുരാൻ്റെ കൈ കൊടുത്തിട്ട് പോകാൻ സാധിച്ച മതി. പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിലൊരാഗ്രഹം അത്രയേ ഉള്ളൂ. തമ്പുരാൻ ഇഷ്ടപ്പെട്ട ഒരു ബലി അർപ്പിക്കാൻ പറ്റണം. അതെന്നെങ്കിലും സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ നിപ്പ് മുഴുവൻ നിൽക്കുന്നത്. ഓരോ ബലി കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് പോരാ. ഓരോ ശുശ്രൂഷകൾ അവസാനിക്കുമ്പോൾ തോന്നുന്നുണ്ട്, ഇത് പോരാ. കാരണം എന്താ? നമ്മുടെ മനസ്സിലെ വിപരീത വികാരങ്ങളും പ്രശ്നങ്ങളും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. എന്ന് പറഞ്ഞാൽ ബലി പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ടില്ലെന്നാണ് അർത്ഥം. ആരുടെ കുഴപ്പം? ദൈവം പ്രസാദിക്കാഞ്ഞുകൊണ്ടാണ്? അല്ല, ദൈവം പ്രസാദിച്ചിരിക്കുക. ആ പ്രസാദം ഏറ്റുവാങ്ങാൻ സജ്ജമായ ഒരു ശരീരവും മനസ്സും ആത്മാവും രൂപപ്പെടുത്താൻ എന്നെ കൊണ്ടായിട്ടില്ല. അതുതന്നെ കാരണം. അപ്പോൾ മുഖം കറുത്തു. ആരുടെ? കായൻ്റെ. കാരണം എന്താ? അകത്ത് മുഴുവൻ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ഇതെല്ലാം നിറഞ്ഞു കിടക്കുന്നു. അതാ തമ്പുരാൻ പറഞ്ഞത്, കായേൻ, ഈ പ്രസാദം നിന്നിലേക്ക് കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. നീ ബലിയർപ്പിച്ചു, നീ കഷ്ടപ്പെട്ടു, നീ ജോലി ചെയ്തു, നീ കൃഷി ചെയ്തു, നീ പള്ളി വന്നു, നീ പ്രാർത്ഥിച്ചു, നീ നേർച്ച കാഴ്ചകൾ നൽകി. പക്ഷെ ഇതുകൊണ്ടൊന്നും നിന്നെ സഹായിക്കാൻ എന്നെ കൊണ്ടാവില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നിസ്സഹായത ഇതാണ്. പലരും ഇപ്പോൾ അസ്വസ്ഥരാണ്. കാരണം എന്താണെന്നറിയോ? പ്രിയമുള്ളവരെ, തമ്പുരാൻ പ്രസാദിച്ചു തന്നെയായിരിക്കുന്നത്. എന്തോ ഒരു കുഴപ്പം നമ്മുടെ ആന്തരികതയിലുണ്ട്. ആ ആന്തരിക മേഖലയിലെ പ്രശ്നങ്ങൾ മാറണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും തമ്പുരാനെ കൊടുത്ത് അതിനൊരു ഉത്തരം ഈ പ്രസാദമുള്ള സ്ഥലത്ത് നിന്ന് നേടിയെടുക്കണം. എൻ്റെ ദുഃഖത്തിന് കാരണം എന്തായിരിക്കും? കഴിഞ്ഞകാല ജീവിതങ്ങളിൽ അവൻ എന്നോട് ചെയ്തതായിരിക്കാം. നീ അവനെ വിട്. അങ്ങോട്ട് നോക്ക്. ഒരിക്കലും കൈവിടാത്തവൻ, നിന്നെ മുറിപ്പെടുത്തിയവനാണ് നിൻ്റെ പ്രശ്നത്തിന് കാരണം. അങ്ങോട്ട് നോക്ക്. ഒരിക്കലും മുറിപ്പെടുത്താത്ത ഒരുത്തൻ. അവസരം വന്നപ്പോൾ നിന്നെ തള്ളിപ്പറഞ്ഞതാണ് നിൻ്റെ പ്രശ്നത്തിന് കാരണം. എന്നാലും ഞാൻ എന്ത് കഷ്ടപ്പെടാത്തറിയോ? അവരെന്നോടൊന്ന് പറയാവോ, ചെയ്യാവോ? നോക്കിക്കേ, എന്ത് ചെയ്താലും തള്ളിക്കറയാത്ത ഒരാൾ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരാൻ ഇത് പോരെ? നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇവനെ സ്വന്തമാക്കിയാൽ പോരെ? ബാക്കിയെല്ലാം തീർന്നില്ലേ? ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ക്രിസ്തു നിന്നെ സ്നേഹിക്കാൻ തയ്യാറാണ്. മക്കൾ എന്നെ കരുതുന്നില്ല, ദൈവം നിന്നെ കരുതാൻ തയ്യാറാണ്. എല്ലാ പ്രശ്നവും തീർന്നില്ലേ? തീർന്നു. IELTS പരീക്ഷ പാസ്സാകുന്നില്ല, ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ ഒരുത്തനും ഭാഷ അറിയാൻ പോലും മേലായിരുന്നു. എന്നിട്ടും ലോകത്തിലെല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കാൻ അവനെ കൊണ്ടായി. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ കറുത്ത മുഖം എങ്ങനെ ആകണം? വെളുക്കണം. അതെങ്ങനെയാണ് സാധിക്കുന്നത്?
ഈ ചങ്കിനകത്ത് ചില പരിവർത്തനം ഉണ്ടാവണം. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ വിപരീത വികാരങ്ങളുടെ കാരണം കണ്ടുപിടിക്കണം. നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? അതിനുത്തരം നൽകാൻ ദൈവത്തെ കൊണ്ടാകും. അങ്ങനെയെങ്കിൽ നിങ്ങളത് വിട്ടേക്ക്. നിങ്ങളുടെ ഭയത്തിൻ്റെ കാരണം എന്താ? ആ ഭയത്തിൻ്റെ കാരണത്തിന് ഉത്തരം നൽകാൻ ദൈവത്തെ കൊണ്ടാകും. അതങ്ങ് വിട്. നിൻ്റെ നിരാശയുടെ കാരണം എന്താ? ഉത്തരം നൽകാൻ ക്രിസ്തുവിനെ കൊണ്ടാകും. അതങ്ങോട്ട് വിട്. അപ്പോൾ വിപരീത വികാരങ്ങൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായും കളഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് എന്തുവരും? വെളിച്ചം വരും. ധ്യാനം കൂടിയിട്ട് കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് വന്നവരെ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പേര് താഴെ നിൽപ്പുണ്ടായിരുന്നു. അവരെ ഇങ്ങോട്ട് കയറ്റി വിടാറില്ല. ധ്യാനം കഴിഞ്ഞ് ഇവിടുന്ന് ആളുകൾ ഇറങ്ങി ഇങ്ങനെ വരിവരിയായിട്ട് ചെല്ലുന്ന കണ്ടപ്പോൾ താഴെ നിന്ന മനുഷ്യൻ പറയുകയാണ്, സത്യത്തിൽ ഇവരുടെയൊക്കെ മുഖത്ത് എന്ത് വെളിച്ചാണ്. നല്ല പ്രസാദത്തോടുകൂടി ഇവർ താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? പരിവർത്തനം വന്നതിൻ്റെയാണ് മുഖത്ത് വെളിച്ചം. കായനോട് ചോദിച്ചു, ദൈവം ചോദിക്കുകയാണ് ഒരു ചോദ്യം, കായൻ നീ എന്തിനാ കോപിച്ചിരിക്കുന്നത്? സത്യത്തിൽ എപ്പോഴാണ് നമുക്ക് കോപം ഉണ്ടാകുന്നത്? നമ്മൾ ആഗ്രഹിക്കാത്തതും നമ്മൾ ഇഷ്ടപ്പെടാത്തതും മറ്റൊരാൾ ചെയ്യുമ്പോൾ. പൗലോസ് പറഞ്ഞു, കോപിക്കാം, പക്ഷെ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. കോപം എന്തായി മാറരുത്? പാപമായി മാറരുത്. അതൊരു പുണ്യമായി മാറണം. നിന്റെ കോപം സൂര്യാസ്തമയത്തിനപ്പുറത്തേക്ക് പോകരുത്. കണ്ടോ? നിന്റെ കോപം എങ്ങോട്ട് പോകരുത്? സൂര്യാസ്തമയത്തിനപ്പുറത്തേക്ക് പോകരുത്. എന്തുകൊണ്ടാണ് ചിലർക്ക് കോപം വരുന്നതിനേക്കാൾ സ്പീഡിൽ ഇത് പോകാറുണ്ട്? എന്തുകൊണ്ടാണ് നമ്മുടെ കോപം നിലനിൽക്കുന്നത്? നമുക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി, അത് നിലനിൽക്കുക. നമുക്കത് പോട്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. അത് സംഭവിച്ചു, പോയി. ഒരു ഗ്ലാസ് പൊട്ടി, നമുക്കിഷ്ടപ്പെട്ടില്ല, നമ്മൾ കോപിച്ചു. ഇനി അത് നിലനിർത്തിയതുകൊണ്ട് ഈ ഗ്ലാസ്സെല്ലാം കൂടെ ഒട്ടി വരുമോ? ഒരു കാലത്തും വരികയില്ല. എന്നാൽ പോട്ടെന്ന് വെച്ചാൽ പോരെ, മതി. അത്രയും ചെയ്താൽ പോരെ, മതി. ഇനി അടുത്തതെന്താണ്? പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങളുടെ ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ ശുശ്രൂഷകർക്ക് ക്ലാസ് എടുക്കുകയാണ്. അപ്പം ഞാൻ ശുശ്രൂഷകരോട് ചോദിച്ചു, നിങ്ങൾക്ക് കോപവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർ നിയോഗിക്ക്. ഉടനെ ഒരു പുള്ളിക്കാരത്തി 2 കൈയും പോക്കി. അപ്പം ഞാൻ നോക്കിയേച്ച് പറഞ്ഞു, സത്യത്തിൽ ഈ പുള്ളിക്കാരത്തി കോപിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. കാരണം എന്താണ്? എന്നോട് ഇതുവരെയും കോപിച്ചിട്ടില്ല. എന്നോട് കോപിച്ചിട്ടില്ല. കോപമുള്ളവരാണെങ്കിൽ എല്ലാവരോടും കോപിക്കണ്ടേ? അപ്പോൾ നമുക്ക് കോപിക്കേണ്ടത് എവിടെയാണെന്നും കോപിക്കേണ്ടാത്തത് എവിടെയാണെന്നും നമുക്ക് കറക്റ്റ് അറിയാം. IS ഭീകരർ വന്നേച്ച് ഇപ്പോൾ ഈ പള്ളിക്കകത്തോട്ട് കയറിയിട്ട് തൂക്കുമായിട്ട് വന്നേച്ച് പാത്തിക്ക് 2 അടി അച്ഛനിട്ട് കൊടുത്തു. 2-3 പേരെ കഴുത്തിന് പിടിച്ച് നീക്കി. നമ്മൾ പറയുമോ? ഇരിയടാ അവിടെ, നിൽക്കടാ അവിടെ, പറയുമോ? പറയുകയില്ല. കാരണം എന്താ? നമ്മൾ പതുക്കെ ഇങ്ങനെ ഇരിക്കും, അനങ്ങാതിരിക്കും. എന്നാൽ ഒരു കള്ളുകുടിയൻ ഇവിടെ വന്ന് തെറി പറയുകയാണല്ലോ, നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കും, വലിയ പ്രശ്നമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ എന്ത് ചെയ്യും? പതുക്കെ ഇറങ്ങടാ പുറത്ത് നമ്മൾ പറയും. അപ്പോൾ കോപിക്കേണ്ട ഇട എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. അപ്പം നമ്മുടെ കൺട്രോളിലല്ലേ ഈ കാര്യം പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ കോപിക്കുന്നവരെല്ലാം ഓർത്തോണം, വേണേൽ ചക്ക വേരിലും കായ്ക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വളരെയധികം നിയന്ത്രിക്കാവുന്നൊരു വികാരം തന്നെയാണ് കോപം. കോപം പല മനുഷ്യൻ്റെയും ജീവിതത്തിൽ വരാൻ കാരണം ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് കോപം ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ ചിന്തിച്ചു തുടങ്ങണം, ഈ ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യക്തി സത്യത്തിൽ ദൈവം സൃഷ്ടിച്ച് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. അവനെ ദൈവം ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ അവൻ ഇവിടെ ഇരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ പോട്ടെന്ന് വെക്കാം. അവനെ നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നന്നാക്കിയെടുക്കാം, അല്ലെ ദൈവം അത് ചെയ്യട്ടെ. ഈ സാഹചര്യം ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചില ആളുകൾ വിദേശ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും UK സിംഗപ്പൂരും ഒക്കെ സാധാരണയായിട്ട് പല ആവശ്യങ്ങൾക്ക് പോകാറുണ്ട്.
അവിടെ ചെല്ലുമ്പോൾ മലയാളികളുടെ കൂട്ടായ്മയിൽ ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. നമ്മുടെ വഴിയുടെ കാര്യം ഒന്ന് പറയണ്ട കേട്ടോ, എന്നാ വഴിയാണ്, മൊത്തം കട്ടറ. അപ്പോൾ എപ്പോഴും നമ്മളെന്ത് ചെയ്യാണ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണ്, നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നമ്മൾ നല്ല വഴി കൂടെയൊക്കെ യാത്ര ചെയ്ച്ച് നമ്മൾ നെടുമ്പാശ്ശേരി വന്നിറങ്ങിച്ച് ഇവിടം വരെ വരുന്നിടം വരെ എന്ത് ചെയ്യും? സത്യത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ UK യാത്ര ചെയ്യാം, കട്ടറില്ല, നടുവിന് കുഴപ്പമില്ല, ക്ഷീണം അറിയില്ല. ഇവിടെ 1 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ തന്നെ എന്താണ് 2 ദിവസത്തിന് എഴുന്നേക്കാൻ മേല. നമുക്കെന്ത് പറ്റുന്നില്ല, ഈ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന കാരണം കൊണ്ട് ഇന്ത്യയിലെ വഴി നന്നാവുമോ? ഇല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന മാർഗം എന്താ? ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ് ഈ സാഹചര്യം, ഇത് മതി എന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവം തന്ന സാഹചര്യങ്ങളെ, അനുഭവങ്ങളെ, വ്യക്തികളെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ അങ്ങ് തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ പകുതി പ്രശ്നം തീരും. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഭർത്താവിനെക്കുറിച്ചാണ്. ഭർത്താവ് ഈ പ്രാവശ്യമെങ്കിലും നന്നായാൽ മതിയായിരുന്നു. നമ്മൾ ചിരിക്കുക, ഈ പുള്ളി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, ഈ പുള്ളിയുടെ ജീവിതകാല സ്വഭാവം ഇതായിരിക്കും, അതുകൊണ്ട് ഞാൻ ഈ സാഹചര്യത്തിൽ ഈ പുള്ളിയെ ഈ അർത്ഥത്തിൽ അങ്ങ് ഉൾക്കൊണ്ടേക്കാം എന്ന് നമ്മുടെ മനസ്സിൽ തീരുമാനമെടുത്താൽ ഈ ബലി ആര് സ്വീകരിക്കും? കർത്താവ് സ്വീകരിക്കും. ഇപ്പോൾ എന്നാ പറ്റുന്നത്? നമ്മൾ ഭർത്താവിനെക്കുറിച്ച് കുറ്റം പറഞ്ഞ്, മക്കളെക്കുറിച്ച് കുറ്റം പറഞ്ഞ്, അവിടെ സാഹചര്യങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ആർക്കാ നഷ്ടം? അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മളാകുന്ന ഈ ബലിവസ്തു തമ്പുരാൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടത്തില്ല. പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ ചുറ്റുപാടുകളെക്കുറിച്ച് പരാതികൾ പറഞ്ഞിരുന്നാൽ അവർക്കൊരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. അതിനെ പഴിച്ചത് കൊണ്ടോ ശപിച്ചത് കൊണ്ടോ അത് നശിക്കാൻ പോകുന്നില്ല, അങ്ങനെ നിൽക്കും. നശിക്കാൻ പോകുന്ന ആരാ? പഴിച്ചും വിധിച്ചും കോപിച്ചും നമ്മുടെ മനസ്സ് വിപരീത വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞ് നമ്മുടെ മുഖം കറുത്ത് നമ്മുടെ ബലികൾ സ്വീകരിക്കപ്പെടാതെ ആ ചൈതന്യം ഇങ്ങോട്ട് വരാതെ ഇരിക്കും. അപ്പോൾ തമ്പുരാൻ പറയും, കായേൻ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കോപിക്കുന്നത്? ഉടനെ നമ്മൾ ദൈവത്തോട് പറയും, പിന്നെ കോപിക്കാതെ. ദൈവത്തോട് നമ്മൾ കോപിക്കും, മനുഷ്യനോടും നമ്മൾ കോപിക്കും, നമ്മളോട് തന്നെ ദേവിക്കും. ഇതുപോലൊരു ജീവിതം കണ്ടുവരും ഇട്ടി. ചിലർ തലക്കെട്ടിടിക്കുക. ചില പെൺപിള്ളേരുണ്ട് ഭിത്തിക്കിട്ടിടിക്കുക, ഭിത്തിക്കിട്ടിടിച്ച് തല മുഴപ്പിക്കുന്നത്. അങ്ങനെയുള്ള പെൺകുട്ടികളെ കാണാൻ സാധിക്കും. ഭിത്തിക്കിട്ട് ഇടിച്ച് തല തകർക്കും. എന്താണ്? അവനോനോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, ചുറ്റുപാടുകളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ആരും സ്വീകരിക്കാൻ പറ്റാത്ത മനസ്സുമായിട്ട് ചില മനുഷ്യർ. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിൻ്റെ മുഖം കറുത്തിരിക്കുന്നത് എന്തുകൊണ്ട്? നിൻ്റെ മനസ്സിനകത്ത് എന്തിനാ ഈ ആവശ്യമില്ലാത്തതെല്ലാം ഉള്ളത്? അത് കള, അതുകൊണ്ടൊരു കാര്യവുമില്ല. നീ എന്തിനാ കിടന്നുണ്ട് ചുറ്റുപാടുകൾ ഉൾക്കൊള്ളാതെ വിഷമിക്കുന്നത്? നിൻ്റെ ചുറ്റുപാടുകളെ നീ സ്വീകരിക്കാൻ തയ്യാറാകുക. അവരോട് ക്ഷമിക്കേണ്ടതാണ് ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ് 5 സെൻറ്റ് സ്ഥലം കൊടുക്കേണ്ടതാണ് കൊടുക്കുക, പോട്ടെ. അപ്പുറത്തൊരു വട്ടം നിൽക്കുന്നു, അവരേതാണ് വിട്ടുകൊടു. അതിന് നീ കിടന്നിട്ട് പിടുത്തം പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തമ്പുരാൻ ചോദിക്കുക. ഇനി അടുത്തെന്താ? നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തമ്പുരാൻ്റെ 3ാമത്തെ ചോദ്യം. നിൻ്റെ മുഖം, ഒരാളുടെ മുഖം എപ്പോഴാണ് വാടുന്നത്? നമ്മൾ ഉമ്മാങ്ങിരിക്കുക, അങ്ങനെ വാടിയിരിക്കുമോ? ഇല്ല, വളരെ സന്തോഷമായിട്ടാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ മുഖം എപ്പോഴാണ് വാടുന്നതെന്നറിയോ? പ്രിയമുള്ളവർ, നമ്മളൊരു പരീക്ഷ എഴുതിയപ്പോൾ നമുക്ക് 70 മാർക്ക് കിട്ടി. നമുക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും 70% മേടിക്കാൻ പറ്റിയല്ലോ. അപ്പോഴാണ് അപ്പുറത്തെ അന്നാമ്മയ്ക്ക് 85% മാർക്ക്. നമുക്കെന്നാ പറ്റും? മുഖം വാടും. അപ്പം ചുറ്റുപാടുമുള്ള മനുഷ്യൻ്റെ നന്മകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നമെല്ലാം. അപ്പുറത്തെ പെണ്ണിനെ കെട്ടിച്ച് വിട്ടിട്ട് ഡോക്ടർ, ഇപ്പുറത്തെ മകള് ഓസ്ട്രേലിയയ്ക്ക് പോയി. എൻ്റെ മകളുടെ പഠനം മാത്രം ശരിയാകുന്നില്ല, ഞങ്ങൾ വീട് പണിതപ്പം ശരിയായില്ല, അനിയത്തിയുടെ കാര്യം ശരിയായി, ചേട്ടത്തിയുടെ കാര്യം ശരിയായി, മറ്റവരുടെ കാര്യം ശരിയായി. ഇങ്ങനെ ചുറ്റുപാടുകളെക്കുറിച്ച് ഓർത്ത് വളരെ അസ്വസ്ഥരായി കഴിയുന്നവരാണ് നമ്മളിൽ പലരും. ടെൻഷൻ, ഭാരം, ഇതെല്ലാം ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടാണ് നമുക്കുണ്ടാകുന്നത്. ഒന്നുമില്ലാത്തടത്ത് എന്ന് കഴിയുമ്പോൾ നമ്മൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാം ഉള്ളിടത്ത് എന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ. ആദി Te
കുരിശുമതിയേ